നമസ്കാരം. ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി, കാരണം മാജിക് ഫ്രെയിംസിന്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ ചെയ്തത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. ബിഞ്ചു ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോളി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമ ഞാൻ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ്. ഇത്രയും നാൾ നീണ്ട ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്ക് തോന്നുന്നു ബിന്ദോയും ഷാരിസും പ്രോത്സാഹനമുണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിൽ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഞാൻ വരികയും ചെയ്തു. അതിന് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം അതിനുശേഷം ഇപ്പൊ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ അടുത്തൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചു, ബിജുവിന്റെ അപരാധന അനുസരിച്ച്. അതിങ്ങനെ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയങ്കരമാണ്. എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ, ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെ. ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂടാ? കാരണം ഞാൻ ജോണിനെ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാന്ന് അറിയില്ല. ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ തന്നെ പഠിക്കുന്നതെന്ന് തോന്നുന്നത്. നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം. അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ ഞാൻ പറഞ്ഞു, ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരാ. ഇത്തരം ഒന്ന് പറയുമ്പോൾ നമ്മൾ വളരെ മുറിയാൻ പാടില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടോ എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അല്ലേ ഭാഗ്യത്തിന്. അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച് എന്റെ കൂടെ അഭിനയിച്ച സിദ്ദിഖ, ബിന്ദു, ഡാൻ, ജോസൂട്ടി, പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ വന്ന് സംസാരിക്കുന്നതാണ്. പിന്നെ പറയാൻ വന്ന കാര്യം അത് പിന്നെ പറയാം, ലിസ്റ്റിൽ അതുപോലെ തന്നെ. ഈ 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാരിസും വിൻഡോ തന്നെ പറഞ്ഞു, നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം. ഈ മെയ് 9 ഈ സിനിമ വരികയാണ്. ഈ മെയ് 9 വരുമ്പോൾ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഷാരിസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ് ആ സാധനം ആരും എടുത്തുകൊണ്ട് കൊണ്ട് നോക്കി പോകണം. ഒരു 9-ാം തീയതി വരെ നമുക്കിത് പിടിച്ചു വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുവരെ നിങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമായിട്ട് വെച്ചേക്കണം. അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി അല്ലെങ്കിൽ വലിയ നല്ല സിനിമയുടെ അഭിപ്രായം നേടിയ സിനിമകൾ ഈ കാറ്റഗറിയിലുള്ള എല്ലാ സിനിമകളിലും തിയേറ്ററുകളിലും നിറഞ്ഞ്. കാരണം 25 വർഷമായിട്ട് സിനിമാ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഉണ്ടാവാറുണ്ട്. ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണിച്ചേട്ട അഭിനയമാണ്. മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടേക്ക് ചെയ്യുന്നത് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ടീമാണ്. സന്തോഷമായിക്കോട്ടെ, അഖിലായിക്കോട്ടെ. അപ്പൊ അവർക്ക് ഓരോ പ്രോജക്റ്റ് ഇങ്ങനെ മാറി മാറി കൊടുത്ത് പിന്നെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാണ്. എല്ലാവിധ ആശംസകളും. അപ്പൊ ഈ പടത്തിന്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. താങ്ക് യു. Friends, me being a non-Malayali, I think since long time, from Jana Gana Mana to Garuda, lot of wonderful movies they have created.